അപ്പൊ നമ്മളില് ഭജനോടത്തിലുണ്ട്. അപ്പൊ നാളെ രാവിലെ നമുക്ക് നമ്മളെ സാധനം നോക്കിട്ട് വന്നാലോ. ഇതാണ് ഞങ്ങളെ ഭജനോടത്തിൻ്റെ ഉൾവശം. അപ്പോൾ ഇതിലെ കൂടി അനീഷ് ചേട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് നാളത്തേക്കുള്ള ഗണപതി ഹോമം, പിന്നെ അതുമായിട്ട് സംബന്ധിച്ച സാധനങ്ങളാണ് ഇത്. പിന്നെ നാളത്തേക്കില്ല നാളെ ഗണപതി ഹോമത്തിൻ്റെ പുഷ്പാഭിഷേകം, പിന്നെ പൂജക്കുള്ള സാധനങ്ങൾ അതെല്ലാം കിണറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നുണ്ടാ അല്ല പറയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചൊന്നും ആക്കിയിട്ടുണ്ടാവുന്നു. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കരിക്ക് റെഡിയാക്കുന്നു. ഇത് ഗുരുസ്വാമിയാണ്, നമ്മുടെ നാരായണൻ ഗുരുസ്വാമി. ഇത് നമ്മൾ ഇന്നലെ മാലിടാൻ വേണ്ടിയിട്ട് മേടിച്ച കറുപ്പ് തുണികളും പിന്നെ മാല, ചന്ദനത്തിരി, കർപ്പൂരം, എണ്ണ, വിളക്കെണ്ണ, ഇങ്ങനെ സാധനമുള്ള ഭജനോടത്തിലേക്ക് മേടിച്ചിട്ടുണ്ട്. തുണികൾ പിന്നെ വെള്ള കവറിൽ പൊതിഞ്ഞിട്ടില്ല നമ്മളെ മാല, രണ്ട് മാലയുണ്ട്. പിന്നെ ഇത് എല്ലാം ഗുരുസ്വാമിമാരാണ്. 18 വർഷം മലക്ക് പോയിട്ട് വന്നവരാണ് ഇവരെല്ലാവരും. അങ്ങനെ രാവിലെ പിന്നെ ഗണപതി ഹോമത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയാകാൻ വേണ്ടി സ്വാമിമാരെല്ലാം കുളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മാല. ഇതിൽ വലുത് വന്നിട്ട് എനിക്കും ചെറുത് വന്നിട്ട് മോക്കുവാന്നുള്ളത്. അങ്ങനെ ഗണപതി ഹോമം ആരംഭിക്കുന്ന ഒരു സമയം സ്വാമി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാല കഴുകിയിട്ട് പിന്നെ ഭജനോടത്തിൽ ഏൽപ്പിക്കണം. ഇപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ആണ് നമുക്ക് മാല ഇടുന്നത്. അപ്പോൾ മാല ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും അതിന് ശേഷം ബാക്കി വീഡിയോ കാണിച്ചു തരാം. പിന്നെ മാല ഇടുന്നതിന് നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യലുണ്ട്. അപ്പോൾ അതിന് 50 രൂപയാണ് ഭജനോടത്തിൽ ഫീസായിട്ട് എടുക്കുന്നത്. അപ്പോൾ 50 രൂപ അത് വെച്ചിട്ട് ആ ചീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാല അകത്തേക്ക് പൂജക്കായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മാല മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മാലിടുന്നതിന് മുമ്പിൻ്റെ അവസ്ഥ. അർവാദീനം വസുദിതം പകന്നോരതമിവാശ്വാദീന ആവഹന്തു
अश्वावसर्वोमजर्नौकातो वीरवसित्सदमुच्छन्दु भद्राः विदन्नुकानुविश्रुतप्रतीतयूयाम् यो मामग्ने भागिनतुं सन्दमदा भागञ्जीर्षरि अभागमग्ने तङ्गुरो मामग्ने भागिनं गुरो ॐ तं तनुज्जुवसे पुठन्नग्ने विश्वान्नर्य आविरस्पदे അങ്ങനെ മോക്ക് മാല ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ മൂത്ത ഗുരുസ്വാമിയാണ്. അപ്പോൾ ഗുരുസ്വാമി കുഞ്ഞിന് കുറി വെച്ച് കൊടുക്കുന്ന ഫോട്ടോ മാത്രമേ നമുക്ക് കിട്ടിയിട്ടു. ഇത് മാലിട്ട് കഴിഞ്ഞിട്ടുള്ള മാലിട്ട് കഴിഞ്ഞിട്ടില്ല അമ്മസിനെ കാണുന്നത്. അപ്പം രാവിലെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. വൃശ്ചിക ഒന്നിന് മാലിടുന്നല്ലേ? അപ്പോൾ ഉച്ചക്കിൽ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട പുളിശ്ശേരി, അതുപോലെ പച്ചടിക്ക് തേങ്ങ, നമ്മളെ സ്വന്തം സാധനം കാന്താരി, പിന്നെ അതുപോലെ കക്കരി, പച്ചമുളക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, പപ്പടം, ഇങ്ങനെ നമുക്ക് വൈകുന്നേരത്തേക്ക് ചായപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങളെല്ലാം രാവിലെ ഒന്ന് സെറ്റാക്കി നോക്കി. അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള ചാലൊരു വെള്ളം സെറ്റാക്കണം. പിന്നെ രാവിലെ തണുപ്പായി കഴിഞ്ഞാൽ കോരി കുളിക്കാൻ നടക്കൂല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിറകെട്ടേണ്ട പരിപാടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് മാറിയിട്ട് വരുമ്പോഴത്തേക്ക് JCB വന്നിട്ട് അതൊരു വലിയ നല്ല വൃത്തിയാക്കി ഒരു ചിറ പോലെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുളിച്ചിട്ടെല്ലാം വന്നിട്ട് അത് ചോറ് റെഡി, കഴിക്കേണ്ട സമയമായി. 1 മണി കഴിഞ്ഞു. അപ്പോൾ ചോറ്, പുളിശ്ശേരി, ഒരു പയറുതോരൻ, അച്ചാറ്, പച്ചടി, പപ്പടം എന്നിങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു സദ്യ മാത്രമേ ഞങ്ങൾ ആക്കിയിട്ടു. അല്ലെങ്കിൽ നല്ല വിഭവമായ സദ്യയാണ്. നമ്മളെപ്പോഴും എല്ലാ വർഷം മാലിട്ട് കഴിഞ്ഞാൽ ഒരു 6-7 കൂട്ടം കറിയും ഇതെല്ലാം ആയിട്ട് അടിപൊളി സദ്യയാകും. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും റെഡിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരണായക 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 ഓം ശ്രീ സ്വാമി കൂച്ചോ. അപ്പോൾ നമ്മളെ ചെറിയെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ രാവിലെയും വൈകുന്നേരം കുളിക്കാനുള്ളൊരു ഒരുമാതിരി നമ്മൾ സെറ്റാക്കി വെച്ച്. ഇതാണ് നമ്മളെ ഭജനോടത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.